കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഇയർ മാറ്റുന്നതിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത്. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു വൗച്ചർ നമ്പറിംഗിലെ ചെറിയൊരു കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യാനുണ്ടെന്ന്. എന്താണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ വൗച്ചർ നമ്പറിൽ മാറ്റം വരുത്തിയതെന്നും അല്ലെങ്കിൽ മാറ്റം വരുത്തിയ ആൾക്കാർ എന്താണ് ചെയ്തതെന്നും അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാം. വീഡിയോയിലേക്ക് കടക്കുക. കഴിഞ്ഞ വർഷം തൊട്ടിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് നമ്പർ കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് പലരും എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മളുടെ വൗച്ചറിന്റെ സെറ്റിംഗ്സിൽ നമ്മൾ പോയിട്ട് നമ്മൾ ഇയറും കൂടി നമ്മളുടെ ഇൻവോയ്സിന്റെ ഇയറും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മളുടെ വൗച്ചറിൽ പോയിട്ട് F8 സെയിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം നമ്മളുടെ സെറ്റിംഗ്സ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇൻവോയ്സ് നമ്പറിന്റെ സെറ്റിംഗ്സ് ഞാൻ കൊടുത്തിട്ടുള്ളത് B2B ബാർ 1 ബാർ 23 24 അപ്പോൾ നിങ്ങൾ ഈ ഇൻവോയ്സ് ഇ-വേ ബില്ല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇതേ നമ്പർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഈ ഇൻവോയ്സും ഇ-വേ ബില്ലൊക്കെ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ യുണീക്ക് ആയിട്ടുള്ള ഒരു നമ്പർ കൊടുക്കേണ്ട ഒരു ഓർഡർ വന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്തിട്ടുള്ളവർ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, നമ്മളുടെ ആ ഇയർ ഒന്ന് മാറ്റണം. ആ ഇയർ മാറ്റാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓൾട്ടർ എന്നുള്ള മെനുവിൽ വരിക. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് നമ്മളുടെ രണ്ടാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള ഓൾട്ടർ എന്നുള്ള മെനുവിൽ വരിക. ഓൾട്ടർ എന്നുള്ള മെനുവിൽ വന്നതിന് ശേഷം വൗച്ചർ ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ വരിക. വൗച്ചർ ടൈപ്പ് എന്നുള്ള ഓപ്ഷനിൽ വന്നതിന് ശേഷം നമ്മൾ സെയിൽസ് എന്നുള്ള ഇതിലാണ് നമ്മളിപ്പോൾ ഒരു സെറ്റിംഗ്സ് മാറ്റിയത്. അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് വരുമ്പം വൗച്ചർ നമ്പറിങ്ങിന്റെ മെത്തേഡും അതിന്റെ പുതിയ ഓപ്ഷൻ ആയിട്ടുള്ള നമ്പറിംഗ് ബിഹേവിയറും അവിടെ കാണാം. ഇത് പുതിയ റിലീസുകളിലുള്ള സാധനമാണ് ഞാനിപ്പോൾ കാണിച്ചത്. മറ്റേതിൽ നമുക്ക് ഓട്ടോമാറ്റിക് എന്നുള്ള ഈ ഓപ്ഷൻ കഴിഞ്ഞാൽ നേരിട്ട് ഇവിടെ വരിക. അപ്പോൾ ഈ ഓപ്ഷൻ നമ്മൾ യെസ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ കാണിക്കും. നമ്മൾ ഇവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവിടെ ഉള്ള ഡീറ്റെയിൽസ് ഒന്നും മാറ്റാതെ 1/4/24 എന്നുള്ള ഡേറ്റ് 1/4/2024 ഇവിടെ കൊടുക്കുക. നമ്മളെ സ്റ്റാർട്ടിംഗ് നമ്പർ 1 ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സ്റ്റാർട്ടിംഗ് നമ്പർ 1. അടുത്തത് നമ്മൾ B2B എന്ന് കൊടുത്തത് ഇവിടെയാണ്. അവിടെ നമ്മൾ 1/4/2024 കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് B2B എന്ന് തന്നെ ടൈപ്പ് ചെയ്യാം. നമ്മൾ അതേപോലെ തന്നെ ടൈപ്പ് ചെയ്തു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതിലുള്ള ഒരു ഡീറ്റെയിൽസും നമ്മൾ ഇറേസ് ചെയ്യരുത്. 1/4/24 സ്ലാഷ് കൊടുത്തതിന് ശേഷം നമ്മൾ ആ B2Bക്ക് ഒരു സ്ലാഷ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫോർവേഡ് സ്ലാഷ് ആണ് നമുക്കിവിടെ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ടുള്ള. അപ്പോൾ ഫോർവേഡ് സ്ലാഷിനെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക മാക്സിമം. ലെഫ്റ്റിലേക്ക് ചരിഞ്ഞിട്ടുള്ള സ്ലാഷ് ബാക്ക്വേർഡ് സ്ലാഷ് യൂസ് ചെയ്യരുത്. അപ്പോൾ സ്ലാഷ് 24/25 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ സേവ് ചെയ്യുക. എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ആയിട്ടുള്ള കൺട്രോളേ കൊടുത്താലും സേവ് ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ വൗച്ചറിൽ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഡേറ്റ് 1/4/2024 ആയത് മുതൽ നമ്മളുടെ ഇൻവോയ്സ് നമ്പർ B2B ബാർ 1 ബാർ 24/25 എന്നായി. ഈ ചേഞ്ച് നിങ്ങൾ ഏതൊക്കെ വൗച്ചർ ടൈപ്പിൽ ചെയ്തിട്ടുണ്ടോ, അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ഏതൊക്കെ വൗച്ചർ ടൈപ്പിന് ഇതുപോലെ നമ്മൾ നമ്പറിങ്ങിനെങ്കിലും കൊടുത്തിട്ടുണ്ടോ ആ നമ്പേഴ്സിനൊക്കെ നമ്മൾ ഈ നമ്പർ തിരുത്തി നമ്മൾ പുതിയ നമ്പറുകൾ കൊടുത്തിരിക്കണം. കൊടുക്കാതെ മുന്നോട്ട് പോകരുത്, ശ്രദ്ധിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.